The distance between earth electrode and adjacent building should not be less than. Okay. പലതവണ പറഞ്ഞു കഴിഞ്ഞാണല്ലേ. വയറിംഗ് ക്വസ്റ്റ്യൻ ആണ്. എർത്ത് ഇലക്ട്രോഡും ബിൽഡിങ്ങും തമ്മിൽ മിനിമം വേണ്ട ഡിസ്റ്റൻസ് എത്രയാണ്? 1.5 meters ആണ്. Okay, next question. Type of cooling used in distribution transformers. Okay, distribution transformers യൂസ് ചെയ്യുന്ന കൂളിംഗ് മെത്തേഡാണ് ചോദ്യം. എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണുന്ന ട്രാൻസ്ഫോമേഴ്സ് അവിടെ ഉപയോഗിക്കുന്ന കൂളിംഗ് മെത്തേഡ് എങ്ങനെയാണ്? നാച്ചുറൽ കൂളിംഗ് മെത്തേഡ്സ് ആണല്ലേ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എങ്ങനെയാണ് കോഡ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്? AN OFN എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ AN OFN എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? AN എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ നാച്ചുറൽ, അതായത് നോർമൽ എയർ വെച്ചിട്ടുള്ള കൂളിംഗ് അവിടെയുള്ള പ്രത്യേകം സംവിധാനം ഒന്നും ഇല്ലെങ്കിൽ അത് എയർ നാച്ചുറൽ. ദെൻ OFN ആണെങ്കിൽ ഓയിൽ ഫോഴ്സ്ഡ് നാച്ചുറൽ, അതായത് ഒരു ഫാൻ കൂടി വെച്ച് ഫോഴ്സ്ഡ് എയർ കൊടുത്ത് ആണ് അതിനകത്ത് ഓയിൽ കൂൾ ചെയ്യുന്നതെങ്കിൽ ഇത് ഇൻസുലേഷൻ ആയിട്ട് കൂളിംഗ് മെത്തേഡായിട്ടും ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫോമർ വൈൻഡിങ്സ് ഓയിൽ ഇൻസേർട്ട് ചെയ്ത് അതിനകത്ത് ഓയിൽ കൂളിംഗ് ഒരു ഫാൻ വെച്ചിട്ട് കൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓയിൽ ഫോഴ്സ്ഡ് നാച്ചുറൽ എന്ന് പറയാം. ഓക്കെ, ദെൻ ഓയിൽ ബ്ലാസ്റ്റ്, എയർ ബ്ലാസ്റ്റ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ എന്താണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിൽ എങ്ങനെയാണ്? നാച്ചുറൽ എയർ കൂളിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് വരും എയർ നാച്ചുറൽ, ഓയിൽ നാച്ചുറൽ. ഓക്കെ, രണ്ട് കൂളിങ്ങും നാച്ചുറൽ എയർ കൂളിംഗ് ആണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ട്രാൻസിസ്റ്റർ ബോത്ത് കളക്ടർ ബേസ് ജംഗ്ഷൻ ആൻഡ് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ് ദ ട്രാൻസിസ്റ്റർ ഈസ് സെഡ് ടു ബി. കളക്ടർ എങ്ങനെയാണ്? ഒരു ട്രാൻസിസ്റ്ററിൽ രണ്ട് ജംഗ്ഷൻസ് ഉണ്ടല്ലേ. ഇത് എമിറ്റർ ബേസ് കളക്ടർ ആണെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഉണ്ട്, അതുപോലെ കളക്ടർ ബേസ് ജംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ രണ്ട് ജംഗ്ഷനും റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഏത് സ്റ്റേറ്റിൽ പോകും? കട്ട് ഓഫ് സ്റ്റേറ്റിലേക്ക് പോകും അല്ലേ? അപ്പോൾ കട്ട് ഓഫ് സ്റ്റേറ്റിലാണ് രണ്ട് ജംഗ്ഷനും റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടുള്ളത്. ഈ രണ്ട് ഫോർവേഡ് ബയാസ്ഡ് ആയിരുന്നുവെങ്കിൽ സാച്ചുറേഷൻ ആയനെ. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡും ആണെങ്കിൽ ഏതാണ്? ആക്റ്റീവ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ആംപ്ലിഫയർ വർക്കിംഗ് മോഡ് ആയേനെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് AC മോട്ടർ ഈസ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് AC മോട്ടർ എന്ന് പറയുന്നത് ഏതാണ്? സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ, യൂണിവേഴ്സൽ മോട്ടർ, റിപ്പൾഷൻ മോട്ടർ, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ. ഡൗട്ട് ഇല്ലാതെ തന്നെ പറയാം ഏതാണ്? സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മോട്ടർ. ഓക്കെ, AC മോട്ടർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാരിയർ വോൾട്ടേജ് ഓഫ് സിലിക്കൺ ക്രിസ്റ്റൽ. സിലിക്കൺ ക്രിസ്റ്റലിൻ്റെ ബാരിയർ വോൾട്ടേജ് എന്താ? നമ്മളൊരു ഗ്രാഫിക്കലായിട്ടൊക്കെ പഠിക്കുന്നുണ്ടല്ലേ, ഇവിടെ VIK പഠിക്കുന്നില്ലേ? ഇങ്ങനെയാണ്. ഇതിൻ്റെ ഫോർവേഡ് ബയാസ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് വോൾട്ടേജ് എത്തുമ്പോഴാണ് ഈ സിലിക്കൺ ഡയോഡ് ആക്റ്റീവ് ആവുക, അല്ലെങ്കിൽ വർക്കിങ്ങിലാവുക? 0.7 വോൾട്ട് എത്തുമ്പോഴല്ലേ സിലിക്കണിൻ്റെ കേസിൽ ആക്റ്റീവ് ആവുക. അപ്പോൾ ഇവിടെ ബാരിയർ വോൾട്ടേജ് ഓഫ് സിലിക്കൺ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് 0.7 ഇല്ലേ? 0.7 വോൾട്ടാണ്. ഓക്കെ, ജർമ്മനി ആണെങ്കിൽ 0.3 വോൾട്ട് വന്നേനെ. ഓക്കെ.